ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. പഴം വെച്ചിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 4 നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊന്നിനി തൊലി കളഞ്ഞെടുക്കണം. നമ്മൾ ഈ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല നാടൻ പഴം തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് നടുകെ കീറിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പോൾ ഞാനിതിൻ്റെ നടുന്ന് കീറിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് വഴറ്റിയെടുക്കണം പഴം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പഴം ഞാനിതുപോലെ എല്ലാതും നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നുറുക്കിയ പഴം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ നെയ്യും സൺഫ്ലവറും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ പഴം നല്ല പോലെ ഒന്ന് വെന്തിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് പഴം വേണ്ടത്. അപ്പം ഇനി ഇത് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ ഞാൻ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുകയാണ്. 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മതി. അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരട്ടെ. എന്നിട്ടാണ് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പഴം ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ പഞ്ചസാരയൊക്കെ നലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്താലും കുഴപ്പമില്ല. ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ബോളാക്കിയിട്ടൊന്ന് ചെറുതാക്കി പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ആക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ബോളാക്കിയതിന് ശേഷം കയ്യിലൊന്ന് വെച്ചിട്ടൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു സൈഡ് ആവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊരു സൈഡ് ആയിട്ടുണ്ട്. ഇനി തിരിച്ചും ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്